ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഈ ഒരു ഭാഗം മേക്ക് ഓവർ ചെയ്യുന്നതും വാൾപേപ്പർ ചെയ്യുന്നതൊക്കെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യലും അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാൾപേപ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ വാങ്ങി വെച്ചിട്ടുള്ളത്. ഒന്നാമത് നല്ല അഫോർഡബിൾ ആണ് ആ ഒരു വാൾപേപ്പർ, പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരു ഗ്രീൻ മാറ്റും ആ ഒരു വാൾപേപ്പറൊക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു വൈബാണ് കാണാനായിട്ട്. പിന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വാൾപേപ്പറിനെ കണ്ടിന്യൂ ആയിട്ട് ഒട്ടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നൊരു സാഹചര്യം ഒത്തു വന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ വയറിങ്ങിന് വരുന്ന ഷെരീഫാക്ക ഉണ്ടല്ലോ, കാക്ക ഇന്നിവിടെ വർക്കിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇവിടെ വെച്ചിട്ടുള്ള ഗ്യാസ് ഹോബ് ഉണ്ടല്ലോ, ഹോബിൻ്റെ ഇപ്പുറത്തേക്ക് ഞാനൊരു ചെറിയ കുഞ്ഞ് സ്റ്റാൻഡ് വാങ്ങി വെച്ചിട്ടുണ്ട് മീഷോയിൽ. അവിടെ മസാല ടിന്നും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ടിന്നും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും വാങ്ങുന്നത് തന്നെയാണ്, നമുക്ക് വീഡിയോയിൽ കാണാം, ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രില്ല് ചെയ്ത് വെപ്പിക്കണം. അപ്പോൾ ആദ്യം വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് ഡ്രില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മറ്റേത് നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് ഊരി പിന്നെ വാൾപേപ്പർ ചെയ്ത് പിന്നെയും ഫിറ്റ് ചെയ്യാനൊക്കെ നിൽക്കണ്ടേ, അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ വാൾപേപ്പർ ഫിറ്റ് ചെയ്യലൊക്കെ അങ്ങ് സ്റ്റിക്ക് ചെയ്യലൊക്കെ അങ്ങ് തീർക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പണി. മാസിയും വീട്ടിലുണ്ട്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ മീൻസ് അവൻ്റെ കൂടെ നടക്കലും ഇത് ചെയ്യലും ഒക്കെ കൂടായിട്ട് സംഭവം പറയുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞു കേട്ടോ, ഒക്കെ കഴിഞ്ഞപ്പോക്കിന്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ താഴെ ഭാഗം വരെയാണ് സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ, മൊത്തത്തിൽ സ്റ്റിക്ക് ചെയ്യണില്ല. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. കഴുകാൻ പറ്റിയ പെയിൻറ്റാണ്, പക്ഷേ അഴുക്കൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ സീറ്റൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്തൊക്കെ രണ്ടാമത് ഇട്ടതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കണേ ഉള്ളൂ കേട്ടോ. പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതാണ് പിന്നെ വാൾപേപ്പർ. പിന്നെ എനിക്ക് പേഴ്സണലി വാൾപേപ്പർ ചെയ്യാനായിട്ട് എനിക്കിഷ്ടം. എന്നാൽ പിന്നെ നമുക്ക് വല്ലാണ്ട് ബോറടിക്കുമ്പോൾ മാറ്റി നമുക്ക് തന്നെ സ്റ്റിക്ക് ചെയ്ത് മാറി മാറി കാണുന്ന ഒരു ഭംഗിയാണല്ലോ. അത് കരുതി കുറച്ച് സമയമൊന്നുമില്ല, ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. നിങ്ങൾ എൻ്റെ കിച്ചണിലുള്ള കൗണ്ടർ ടോപ്പ് വരെ കണ്ടിട്ടാണ്. കൗണ്ടർ ടോപ്പൊക്കെ എത്ര ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചണാവുമ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ എത്ര നമ്മൾ പരിക്ക് ചെല്ലും എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും വാൾപേപ്പറിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വാൾപേപ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാനും ഒക്കെ നല്ല സുഖമാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ 1 വർഷം 1.5 വർഷമൊക്കെ കഴിയുമ്പോൾ ഡിസൈനൊക്കെ ഒന്ന് മാറ്റി കാണണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതും ചെയ്യാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചു കേട്ടോ. പിന്നെ കുക്ക് ചെയ്യുന്ന സ്ഥലമാകുമ്പോൾ എണ്ണൻ്റെ അംശവും വേറുള്ളതും ഒക്കെ തെറിക്കാനും മസാലകളൊക്കെ തെറിക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പെയിൻറ്റിലാവുമ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ സ്റ്റെയിന് പോയി കിട്ടൂല. ഈ ഒരു വാൾപേപ്പറിലാവുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാം. പിന്നെ ചെടികൾ നനയ്ക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മണ്ണും ചെളിയൊക്കെ തെറിക്കും, ഓസോ അല്ലെങ്കിൽ നമ്മൾ മഗ് കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ ആവുമ്പോൾ ഞാൻ അതുമ്മ കൂടെ വെള്ളം ഒഴിച്ചങ്ങോട്ട് കളയാ ചെയ്യട്ടോ, നല്ല സുഖമാണ്. അപ്പോൾ അതാണ് വാൾപേപ്പറിനെ ചൂസ് ചെയ്യാൻ കേട്ടോ കാരണം. പിന്നെ പേഴ്സണലി എനിക്ക് ഈ ഒരു ഡിസൈൻ നല്ല ഇഷ്ടമാട്ടോ, നല്ല ഭംഗിയാണിത് സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ പതുക്കെ കുറച്ചൊരു ഐഡിയ വേണം കേട്ടോ, നമ്മൾ എവിടുന്ന് തുടങ്ങുന്നു എന്നുള്ളതും ഒക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ. ഒന്നിച്ച് ഒരു ദിവസം ചെയ്യണമെന്നൊന്നുമില്ലല്ലോ, കുറേശ്ശെ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ തന്നെ അത് കുറച്ച് രാവിലെയും കുറച്ച് വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ചെയ്തത് കേട്ടോ. ഇതങ്ങനെ ഈ ഒരു വാള് ഫുള്ള് ആ തല വരെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾപേപ്പറിൻ്റെ മുന്നിൽ ഇങ്ങനെ നല്ല ഗ്രീൻ ഷെയ്ഡിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു. ആ ഒരു ഡിസൈൻ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ താഴോട്ട് വരെ എത്തൂല. അപ്പോൾ ആ ഒരു റോളിൻ്റെ വീതിക്ക്
സ്വിച്ച് ബോർഡിൻ്റെ താഴെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ പീസ് ഇട്ട് കൊടുക്കുക ചെയ്തത്. ആ പീസ് ഇടുമ്പോഴും ഡിസൈന് പരമാവധി ഒരേ ലൈനിൽ വരാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, നമ്മൾ ജോയിൻ ചെയ്തതായിട്ടൊന്നും അറിയില്ല. നല്ല വൃത്തിക്ക് നമുക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാനന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് പോരുന്നുണ്ട് എന്നൊക്കെ. കൗണ്ടർ ടോപ്പിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് വാൾപേപ്പറിൻ്റെ സിങ്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ വിട്ട് പശ കഴിഞ്ഞ് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7000 എന്ന് പറഞ്ഞിട്ടൊരു ഇതൊരു ഗമ്മ് കിട്ടും, ഒരു ട്യൂബിലുള്ള. നമ്മൾ ഈ ബട്ടൺ ഹൗസിലൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഈ ഗ്ലാസ് വർക്ക്, മിറർ വർക്കൊക്കെ ചെയ്യുമല്ലോ ഡ്രസ്സിൽ, അതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന ഒരു ഗമ്മാണ് കേട്ടോ. അതേപോലെ എയർബോ അങ്ങനത്തെ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗമ്മാണ്. വലിയ വിലയൊന്നുമില്ല കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, കുറച്ച് മതി താനും. അങ്ങനെ ഒട്ട് വേറിട്ട് പോരുന്ന ഭാഗത്ത് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ പിന്നെ അത് പോരുകയില്ല കേട്ടോ. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ വേറെ തന്നെയാണ് കേട്ടോ വാൾപേപ്പർ, PVC നമ്മൾ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കൗണ്ടർ ടോപ്പൊക്കെ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഇതാ ഇവിടെ ഒരാൾ ആ ബാമ്പു മുഴുവനാക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നീര് കുടിക്കുന്നത് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ തണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് നീര് കുടിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവരെ വിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാറി നടക്കും. പപ്പയും മോനും കൂടി ഇവിടെ നല്ല കളിയാണ്. ഞാനിങ്ങനെ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്ത് ചുമര ആകെ വൃത്തികേടാണ് കേട്ടോ. നമ്മൾ മുറ്റം ഇങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കിയതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാൾപേപ്പർ സത്യം പറഞ്ഞാൽ തികഞ്ഞില്ല കേട്ടോ. ആ ഒരു വാള്, ഈ ഒരു ബാക്കിൽ കാണുന്ന വാളുണ്ടല്ലോ, ഈ വാള് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ ചെയ്തു. അങ്ങനെ അത് ഹാഫ് പോർഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഫുള്ളായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു സോഫ ഇട്ടതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ളത് രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനി വന്നിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്യാൻ, അവിടെയും കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ അടുക്ക് ഷെരീഫാക്ക വന്നു. ഈ ഒരു സ്റ്റാൻഡ് നല്ല അഫോർഡബിളായിട്ട് ചെറിയ റേറ്റിന് കിട്ടിയ സ്റ്റാൻഡ് കേട്ടോ, പക്ഷെ നല്ല യൂസ്ഫുള്ളാണ്. ഇതേപോലത്തെ വേറൊരു മോഡലാണ് ഞാൻ അപ്പുറത്ത് ഈ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചെടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല പ്രോഡക്റ്റ് ആട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് സ്റ്റാൻഡും അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അവിടെ കുറച്ച് വോളേ ഉള്ളല്ലോ, അപ്പോൾ അവിടേക്ക് യോജിക്കുന്ന രീതിയിൽ ചെറിയൊരു സ്റ്റാൻഡ് അവിടെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ആകുമ്പോൾ എനിക്ക് അകത്തുനിന്ന് എടുക്കണമെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് വന്നാൽ അകത്തെ കിച്ചണക്കും ആ ഒരു സംഭവം എടുത്തിട്ട് പോകാനായിട്ട് ഈസി ആയിരിക്കട്ടെ. എനിക്ക് ഇറങ്ങി കയറണ്ട. ഇനിയിപ്പോൾ മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ അകത്തുനിന്ന് എടുക്കാനും വെക്കാനും നമുക്ക് കൈയെത്തുന്ന ഭാഗത്താകുമ്പോൾ എളുപ്പമാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല. അതാണ് കേട്ടോ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തത്. അപ്പോൾ അതും വെച്ച് തന്നു കേട്ടോ. ആ ഒരു വാൾപേപ്പറിൻ്റെ ഡിസൈനും ആ ഒരു വൈറ്റ് സ്റ്റാൻഡ് കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞാൻ അതുമൊക്കെ മസാലൻ്റെ 4 കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോക്സ് വാങ്ങി. കുറച്ച് പൊട്ടുന്ന ബോട്ടിൽസിൽ കുറച്ച് മസാലകൾ അതും വെച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, അകത്തുള്ള നമ്മുടെ ഫോയിൽ പേപ്പർ റാപ്പൊക്കെ വെക്കുന്ന ഒരു ടിഷ്യൂ ഒക്കെ വെക്കുന്ന ഒരു ഡിസ്പെൻസർ ഉണ്ടല്ലോ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള, അതിനെക്കുറിച്ച് പറയുമെന്ന് 2 വീഡിയോയിൽ കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ ഒരു സബ്സ്ക്രൈബർ. സോറി കേട്ടോ, ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ വിട്ടുപോയതല്ല, ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത ഫുൾ വീഡിയോയിലോ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കാം കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിരിക്കും, അത്രയേ ഉള്ളൂ. എൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. സാധാരണ ഒരു ടിഷ്യൂ ഡിസ്പെൻസറാണ്, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്നാലും 2 വീഡിയോയിൽ ചോദിച്ചതുകൊണ്ട് ഞാൻ കാണിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി കേട്ടോ, സോറി. പിന്നെ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അത് ഉൾപ്പെടുത്താം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്റ്റാൻഡിൻ്റെയും മസാല ബോക്സിൻ്റെയും വാൾപേപ്പറിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്കൊക്കെ കയറി ചെക്ക് ചെയ്ത് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.